എന്നാണ് ആജിലത്ത്. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹ മാ നശാഉ ലിമൻ നുരീദ്. ആരെങ്കിലും അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ആജിലത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹ മാ നശാഉ ലിമൻ നുരീദ്, നാമും അവന് ധൃതിപ്പെട്ട് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇഹലോകത്തുള്ള ആ സൗകര്യം നാം അവന് ചെയ്തു കൊടുക്കുന്നതാണ്. ആരെങ്കിലും അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ഇഹലോകം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, കാക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു നൽകുമെന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത്. ഇഹലോകത്തുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കും. അപ്പൊ അവിടെ ദുനിയാവിന് അള്ളാഹു ആജിലത്ത് എന്നാണ്. ശരിക്കും ആജിലത്ത് എന്ന പദം ധൃതി അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന് ഒക്കെയുള്ള വാക്കാണ്. അപ്പൊ ദുനിയാവിനെ വിശേഷിപ്പിക്കാൻ കാരണം വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ് ഐഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ദുനിയാവിനെ ആജിലത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. മനുഷ്യനെ അജൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വകാനൽ ഇൻസാനു അജൂല എന്ന് പറയുന്നുണ്ട്. കാരണം മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് വെപ്രാളം എന്നുള്ളത്. എന്തൊരു കാര്യവും പെട്ടെന്ന് നേടിക്കിട്ടണം എന്നുള്ളത്. അവന് ക്ഷമ ഇല്ലാത്ത രീതിയിലാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹു തന്നെ പറയുന്നത് വകാനൽ ഇൻസാനു അജൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു പ്രകൃതിയോട് കൂടിയിട്ടാണ്. പക്ഷെ അതേസമയം അള്ളാഹു അവന് വിവേകം നൽകിയിട്ടുണ്ട്. ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള, സഹനം ചെയ്യാനുള്ള കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ പ്രകൃതി എപ്പോഴും മനുഷ്യന് ആവശ്യപ്പെടുന്നത് എന്താണ്? പെട്ടെന്നൊരു കാര്യം നടന്നു കിട്ടണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് ക്ഷമ നശിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവന്റെ വിവേകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ആ ക്ഷമകേടിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അജ്ലത്ത് എന്ന വാക്കിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം ധൃതി എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന സമൻ തഅജ്ജല ഫീ യൗമൈനി, ആരെങ്കിലും 2 ദിവസത്തിൽ ധൃതിപ്പെടുകയാണെങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അവനെന്തില്ല, അവന് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അവനങ്ങനെ ചെയ്യാമെന്നർത്ഥം. വീണ്ടും അള്ളാഹു പറയുന്നു വമൻ തഅഖറ, ഇനി ആരെങ്കിലും പിന്തിയാൽ. തഅഖറ എന്നുള്ളത് അഖറ എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതിൽ നിന്നും വന്നതാണ് ആഖിറത്ത്, അതുപോലെ തന്നെ അഖീർ എന്നീ പദങ്ങളൊക്കെ അഖറ എന്ന ക്രിയയിൽ നിന്നും വന്നതാണ്. വമൻ തഅഖറ എന്ന് പറഞ്ഞാൽ പിന്തിയാൽ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടെ അവിടെ താമസിച്ചാൽ. അപ്പൊ ഇവിടെ അഖീർ എന്ന് പറഞ്ഞാൽ അവസാനം എന്നുള്ളതിന് അഖീർ എന്ന് പറയും. ആഖിറ എന്നുള്ളത് പരലോകത്തിന് ആഖിറത്ത് എന്ന് പറയും. കാരണം അത് പിന്നീട് വരുന്ന ഒരു ലോകമായതുകൊണ്ട്. അപ്പൊ ശരിക്കും ആ വാക്കിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പിന്തുക എന്നാണ്, പിന്നീട് വരിക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ മുഅഖറത്ത് എന്നൊരു വാക്കും ഇതിൽ നിന്നും വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഅഖറത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പിറകു വശം. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പിറകു വശത്തിന് നമ്മളെ പുറം അല്ലെങ്കിൽ പിറകു വശം എന്നൊക്കെ പറയുന്നതിന് മുഅഖറത്ത് എന്ന് പറയും. അതും ഈ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കാരണം ഒരു മനുഷ്യന്റെ പിൻഭാഗത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാക്കിലുള്ള സൈഡായതുകൊണ്ട്. അള്ളാഹു ഇവിടെ പറയുന്നു വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇസ്തഖ. ലിമൻ ഇസ്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം എന്നർത്ഥം. അപ്പോ രണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ 12-ന്റെ അന്ന് മടങ്ങാം, അല്ലെങ്കിൽ 13-ന്റെ അന്ന് മടങ്ങാം. ഒന്നെങ്കിൽ ധൃതിപ്പെട്ട് മടങ്ങാം, അല്ലെങ്കിൽ പിന്തിയിട്ട് മടങ്ങാം. പക്ഷെ പിന്തിയിട്ട് മടങ്ങലാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്നുള്ളതാണ് ലിമൻ ഇത്തഖ എന്ന പദം സൂചിപ്പിക്കുന്നത്. ലിമൻ ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം എന്നർത്ഥം. എന്റെ അള്ളാഹു വീണ്ടും സത്യവിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അറിയുക. വഅലമു അന്നകും, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇലൈഹി, അവനിലേക്ക്, തുഹ്ശറൂൻ, അവനിലേക്ക് നിങ്ങൾ സമ്മേളിക്കപ്പെടും, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, അല്ലെങ്കിൽ ഹാജരാക്കപ്പെടും. ഇവിടെ ഹശറ എന്ന ക്രിയയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ആ പദപ്രയോഗം. അതിൽ നിന്നും വന്നതാണ് മഹ്ശർ
അതുപോലെ തന്നെ ഹഷറാത്ത് എന്ന് പറയും പാറ്റകൾക്ക്, അല്ലെങ്കിൽ ചെറിയ പ്രാണികൾക്ക്, ജീവികൾക്ക്, അങ്ങനെ കൂട്ടം കൂട്ടായിട്ടാണ് അവർ ആ പ്രാണികൾ ഒരുമിച്ച് കൂടുക. അപ്പോൾ അതിന് ഹഷറാത്ത് എന്ന പദം വന്നിട്ടുണ്ട്. മഹ്ഷർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹ്ഷർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം, നമ്മൾ മഹ്ഷറ മൈതാനി എന്നൊക്കെ പറയാറുണ്ട്. അതും ഈ പദത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ തുഹ്ഷറൂൻ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടും, അല്ലെങ്കിൽ സമ്മേളിക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. ഹഷറാൻസ് ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ സമ്മേളിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മഹാനായിട്ടുള്ള മുഫസ്സിറുകൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആ പരലോകത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ ഇവിടെ പ്രത്യേകമായിട്ട് തന്നിരിക്കുന്നത്? കാരണം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ മീനയിലാവട്ടെ അറഫയിലാവട്ടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് യഥാർത്ഥ മഹ്ഷറിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അനുസ്മരണമാണ് അവിടെയുള്ളത്. അപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലുള്ള ഒരു വലിയ കൂട്ടായ്മ നിങ്ങൾ മരണശേഷം കൂടേണ്ടി വരും, സമ്മേളിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ചെറിയതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്, ഈ അറഫയിലും അതുപോലെ തന്നെ മീനയിലൊക്കെ നിങ്ങൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സമ്മേളനം, അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് കൂട്ടപ്പെടൽ, അത് മരണശേഷം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചായിരിക്കണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോധം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് മനുഷ്യനെ ഉത്ബോധിപ്പിക്കുകയാണ്. വഅലമു, നിങ്ങൾ അറിയണം, തീർച്ചയായിട്ടും അന്നക്കും ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ സമ്മേളിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലെ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുകയാണ്. وَمِنَ النَّاسِ مَنْ يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തപ്പോൾ ഹജ്ജിന്റെ നിയമങ്ങളുടെ അവസാന ഭാഗത്തായിട്ട് രണ്ടു തരം ഹാജിമാരെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒന്ന്, ഭൗതിക നേട്ടങ്ങൾ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ. ചില ആളുകൾ ഹജ്ജിന് പോകുന്നത് തന്നെ ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ്. അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങളും, അല്ലെങ്കിൽ അവിടെയുള്ള ജോലി സാധ്യതകളും, അല്ലെങ്കിൽ അവൻ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കുറേ സാധനങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുപോകും അവിടെ നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് കുറേ സാധനങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുവരും നാട്ടിൽ നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത് ചില ആളുകൾ അവിടെ പോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതിനെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുവിടെ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തിൽ ഓർക്കുന്നുണ്ടാവും. ഫമിൻഹും മൻ യഖൂലു ഫമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. മറിച്ച് ചില ആളുകളുണ്ട്, അവർ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അതിന്റെ കൂടെ തന്നെ ഇഹലോകം അവർ മറക്കുന്നില്ല. ഫമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുകയാണ്. ഇവിടെ ഭൗതികവാദികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളും അവരുടെ പ്രവർത്തന രീതികളിലുള്ള രീതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, മിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്. ഈ പദപ്രയോഗം പരിശുദ്ധ ഖുർആന്റെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിനന്നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, മൊത്തത്തിൽ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുടെ മനോഗതി ഇപ്രകാരമാണ്. മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. യുഅ്ജിബുക എന്നുള്ളത് അജബ എന്ന ക്രിയയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അജബ് എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതപ്പെടുത്തുക, അല്ലെങ്കിൽ മോഹിപ്പിക്കുക, അതുപോലെ ആകർഷിക്കുക, അപ്പൊ കൗതുകപ്പെടുത്തുക എന്നീ അർത്ഥത്തിലൊക്കെ അജബ് എന്നുള്ള വാക്ക് വരാറുണ്ട്. അത് അജബ് എന്നുള്ള രീതിയിൽ തന്നെ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് ആ പദം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അജീബ്, ഇതും ആ പദത്തിൽ നിന്നും വന്ന മറ്റൊരു പദമാണ്. അജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നർത്ഥം, അല്ലെങ്കിൽ കൗതുകം എന്നൊക്കെ.
അത് അറബികളുടെ സംസാരത്തിൽ തന്നെ ചിലപ്പോൾ പറയും അള്ളാഹ് അജീബ് ഹാദ എന്ന് പറയും. അജീബ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെയാണ് അത് കേൾക്കാൻ. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അജീബ് എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ വണ്ടർഫുൾ എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് അറബിയിൽ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ അതിന്റെ ക്രിയാരൂപമാണ് യുഅജിബു. അപ്പൊ യുഅജിബുക എന്ന് പറഞ്ഞാൽ നിന്നെ അത്ഭുതപ്പെടുത്തും, അല്ലെങ്കിൽ മോഹിപ്പിക്കും, കൗതുകപ്പെടുത്തും എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒമിനന്നാസി മൻ യുഅജിബുക ഖൗലുഹു. ഖൗലുഹു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ വാക്ക്. ചില ആളുകളുണ്ട്, അവർ സംസാരിച്ചാൽ അവരുടെ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ മോഹിപ്പിക്കും. ആ രീതിയിലാണ് അവർ സംസാരിക്കുക. അപ്പൊ ആ രീതിയിലുള്ള സംസാരിക്കാനുള്ള കഴിവുള്ള ആളുകളുണ്ട്. അതാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഒമിനന്നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ ഇഹലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവർ സംസാരിക്കുന്നത് കേവലം ഭൗതിക നേട്ടങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. ഇവിടെ ഹയാത്തു ദുനിയ എന്നുള്ളത് ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ജീവിതം എന്നാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ധനിയ അല്ലെങ്കിൽ ധന എന്ന ക്രിയയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ശരിക്കും ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മളതിന് അർത്ഥം കൊടുക്കാറുള്ളത് ഐഹികം അല്ലെങ്കിൽ ഇഹലോകം എന്നൊക്കെയാണ്. അപ്പൊ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം അല്ലെങ്കിൽ ഇഹലോക ജീവിതം എന്നൊക്കെ നമ്മൾ അതിന് സാധാരണ അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ പദം ഉത്ഭവിച്ചിരിക്കുന്നത് ധന എന്ന ക്രിയയിൽ നിന്നാണ്. ധന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ടു തരം അർത്ഥം അതിനുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ ധന എന്നുള്ള വാക്ക് തന്നെ പറയുന്നുണ്ട്. സുമ്മ ധന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി വ അദ്ന എന്ന സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്. ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നുള്ളതിനും ആ വാക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ താഴ്ന്നത് എന്ന അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ടർത്ഥങ്ങൾ ധന എന്ന പദത്തിനുണ്ട്. ഒന്നെങ്കിൽ അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ താഴ്ന്നത്. താഴ്ന്നതെന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള അർത്ഥത്തിലാണ്, ക്വാളിറ്റി കുറഞ്ഞത്. അതിനും ധന എന്ന് പറയും. അപ്പൊ ഈ രണ്ടർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ദുനിയാക്ക് അത് ഫിറ്റാണ്. കാരണം ദുനിയാവ് വളരെ അടുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് അടുത്ത് തന്നെ അവസാനിക്കുന്നതാണെന്ന് അർത്ഥം. അധികകാലം നീണ്ടു നിൽക്കുന്നില്ല. മറ്റൊന്ന് അത് ക്വാളിറ്റി കുറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് ആഖിറവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദുനിയാവ് ഒന്നുമല്ല, വളരെ നിസ്സാരമാണ്. അപ്പൊ ആ അർത്ഥത്തിലും ദുനിയാവ് അല്ലെങ്കിൽ ദുനിയ എന്നുള്ള പദം ഫിറ്റാണ്. അപ്പൊ ഈ രണ്ടർത്ഥത്തിലാവാം ദുനിയാവിന് ദുനിയ എന്നുള്ള പേര് വരാൻ കാരണം. ഒന്നെങ്കിൽ പെട്ടെന്ന് അവസാനിക്കുന്ന ഇതായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലവാരമുള്ളതായതുകൊണ്ട്. അപ്പൊ ഇതാണ് ദുനിയാവ്. അപ്പൊ ഇങ്ങനെയുള്ള ദുനിയാവിനെ സംബന്ധിച്ചുള്ള അവന്റെ സംസാരം, ആ സംസാരം അത് നിങ്ങളെ മോഹിപ്പിച്ച് കളയും. കാരണം അവരതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവർ പറയുന്ന സമയത്ത് അവരതിന്റെ നേട്ടങ്ങൾ, അവരേതൊരു വിഷയം, ഒരു കൂട്ടായ്മ ഉണ്ടാണെങ്കിൽ അവരുടെ ബിസിനസിന്റെ നേട്ടങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, ഒരു കല്യാണക്കാര്യം വരികയാണെങ്കിൽ ആ കല്യാണക്കാര്യത്തിന് അവന്റെ ജോലി സാധ്യത, കാര്യങ്ങൾ, മറ്റേത് മറിച്ചത്. ഒരിക്കലും തന്നെ പരലോകം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ നാക്കിൽ കടന്നു വരില്ല. അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചോ അവിടുത്തെ വിജയങ്ങളെ സംബന്ധിച്ചോ അതൊന്നും ഈ പറയുന്ന വിഭാഗം ആളുകളുടെ നാക്കിൽ നിന്ന് വരില്ല. കേവലം നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുനിയാവ് മാത്രമാണ്. ഇവിടെ എന്തൊക്കെ നേട്ടമുണ്ടോ അത് മാത്രമാണ് നേട്ടങ്ങൾ. കോട്ടം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മാത്രമാണ്. ഇവിടെ എന്തൊക്കെ കോട്ടങ്ങളുണ്ടോ അത് മാത്രമാണ് കോട്ടങ്ങൾ. അങ്ങനെയുള്ള ചില ആളുകളുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. വമിനന്നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. പക്ഷെ അതിന്റെ ഏറ്റവും മറ്റുള്ള അതിന്റെ ഒരു തമാശ രൂപം എന്താണെന്ന് വെച്ചാൽ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി. ഈ പറയുന്ന വിഭാഗമാകട്ടെ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ട് അഭിനയിക്കുകയും യഥാർത്ഥത്തിൽ ഈമാൻ മനസ്സിൽ കടന്നുകൂടാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അതിൽപ്പെട്ടൊരു പരാമർശമാണ് ഇവിടെ. ഈ പറയുന്ന ആളുകളാണെങ്കിലോ അവര് നാഴേക്ക് 40 വട്ടം അള്ളാഹിന്റെ പേര് വിളിക്കും ചെയ്യും. പറയണതൊക്കെ ദുനിയാവിനെ സംബന്ധിച്ചാണ്. പക്ഷെ യുഷ്ഹിദുല്ലാഹ്, അള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ വായ നിറച്ചും അള്ളയാണ്. അള്ളാഹ്, ഇൻഷാ അള്ളാഹ്, മാഷാ അള്ളാഹ്, അള്ളാഹു അക്ബർ, ഇതൊക്കെ അവർ പറയും. പക്ഷെ അള്ളാഹ് എന്ന് പറയുന്നത് മനസ്സിലേക്ക് കടന്നിട്ടുണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. യുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി.
അവന്റെ ഹൃദയത്തിലുള്ളതിനെ സാക്ഷ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ ആ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവർ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ യുഷ്ഹിദുല്ലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തും, സാക്ഷിയാക്കിക്കൊണ്ടിരിക്കും. അലാമാഫി ഖൽബിഹി, അവന്റെ മനസ്സിലുള്ളതിന്. യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിൽ അള്ളാഹു ഇല്ല, പക്ഷെങ്കിലും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്നത് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി അവർ അള്ളാഹുവിന്റെ പേര് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു ഖുർആൻ തന്നെ കോട്ട് ചെയ്യും. പല സംസാരത്തിലൊക്കെ അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അത് ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഖുർആനിലോ അല്ലെങ്കിൽ അള്ളാഹുവിലോ അല്ലെങ്കിൽ പരലോകത്തിലോ വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ കേൾക്കുന്ന ആൾക്ക് തോന്നണം എന്ത്, ഇയാൾ കുറെ മതബോധമുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ദീനി ബോധമുണ്ട്. കാരണം ആ രീതിയിലാണ് അവരുടെ നിലനിൽപ്പുള്ളൂ. കാരണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഒരു സൊസൈറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് താൻ മുസ്ലിമാണെന്ന് ജനങ്ങൾ അറിയിക്കണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതത്ര ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നു. കാരണം റസൂലും സഹാബത്തൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അവർക്ക് തങ്ങളൊരു വിശ്വാസികളാണ് എന്നുള്ളത് അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു അവിടുത്തെ സാമൂഹിക ചുറ്റുപാട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടെ വ്യക്തമായിട്ട് സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നുണ്ട്. വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം, അവരെ നീ കണ്ടാൽ അവരുടെ മേനികൾ നിന്നെ അത്ഭുതപ്പെടുത്തും, അവരുടെ മേനി അത്ഭുതപ്പെടുത്തും. അവർ സംസാരിച്ചാലോ വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം, അവരുടെ വായ്ത്താരി നീ കേട്ടിരുന്നു പോകും. അപ്പൊ ആ രീതിയിലാണ് അവർ സംസാരിക്കുക. പക്ഷെ അവരാണെങ്കിലോ യഥാർത്ഥത്തിൽ മുനാഫിക്കുകളാണ്. അവരുടെ സംസാരമൊക്കെ ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ, അവരുടെ ശപഥങ്ങൾ. അവിടെ സൂറത്തുൽ മുനാഫിഖീൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അവർ ശപഥം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ഇങ്ങനെ അവരുടെ വിശ്വാസം, ഞങ്ങൾ വിശ്വാസികളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ സത്യം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അള്ളാഹനെ തന്നെ സത്യം, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യം അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആളുകളെ അറിയിച്ച് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നിഫാഖിന്റെ ലക്ഷണമാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ, അതൊരു പരിച മാത്രമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. അള്ളാഹു പറയുന്നുണ്ടെന്ന് വെച്ചാൽ ആ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ധിക്കാരികൾ. അവരാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ബദ്ധവേരികളായിട്ടുള്ള ആളുകൾ. അലദ് എന്നുള്ളത് ലദദ് എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഈ പദം പരിശുദ്ധ ഖുർആന്റെ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ വഹുവ അലദ്ദുൽ ഖിസാം എന്നുള്ളത്, മറ്റൊന്ന് സൂറത്തുൽ മറിയമില് ഖൗമൻ ലുദ്ദ എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ മറിയമിന്റെ 97-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നത് ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ. അപ്പൊ യഥാർത്ഥത്തിൽ ലദദ് എന്ന് പറഞ്ഞാല്, ലദ് എന്നുള്ള വാക്കിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം വക്രത എന്നാണ്. വളവ് അല്ലെങ്കിൽ വക്രത, ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ അള്ളാഹു അവിടെ സൂറത്ത് മറിയമിൽ പറഞ്ഞിരിക്കുന്നത് ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, ഈ ഖുർആനെ നാം ലളിതമാക്കി തന്നിരിക്കുന്നു നിന്റെ സ്വന്തം ഭാഷയിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ ഇറക്കിയത്? ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് എന്താണ്? വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ, ലുദ്ദായിട്ടുള്ള ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പായിട്ടുമാണ് ഈ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ലുദ് എന്ന് പറഞ്ഞാൽ വക്രതയുള്ള എന്നാണ്. വക്രതയുള്ള ഒരു ജനത്തിന്, അഥവാ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അള്ളാഹു വിശേഷിപ്പിച്ച പല വിശേഷണങ്ങളിൽ പെട്ടെന്നാണ് അവർക്ക് വക്രതയുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം സ്ട്രെയിറ്റ് അല്ല, യഥാർത്ഥ നേരായിട്ടുള്ള വിശ്വാസമല്ല, വക്രതയുള്ള വിശ്വാസമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നറിയിപ്പായിട്ടുമാണ് ഈ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അപ്പോൾ ലദ് അല്ലെങ്കിൽ ലദദ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം വക്രത എന്നാണ്. അപ്പൊ അലദ്ദുൽ ഖിസാം, ഖിസാം എന്ന് പറഞ്ഞാൽ എന്താ? തർക്കിക്കുക എന്നാണ്. അപ്പൊ അലദ്ദുൽ ഖിസാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വക്രതയുള്ള കുതർക്കിയായിട്ടുള്ള ആളുകളായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ അവരുടെ യാഥാർത്ഥ്യം അതാണ്. എന്ന് പറഞ്ഞാൽ അവർ അബദ്ധവേരികളാണ്, സത്യത്തിന്റെ കഠിനവേരികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സനാതന ധർമ്മങ്ങളോ അല്ലെങ്കിൽ നൈതിക മൂല്യങ്ങളോ ആദർശങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമില്ല.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് സാക്ഷ്യം ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരുകളൊക്കെ ഉദ്ധരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തോടെ അടുക്കുന്ന സമയത്ത് അവരോട് പോയിട്ടൊരു കാര്യം ഇന്നതാണ് ശരി, ഇത് തെറ്റാട്ടോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം അറിയാം അവരുടെ തനി നിറം. അവർ അലദ്ദുൽ ഹിസാം, കഠിന വൈരികളാണ്, അങ്ങേയറ്റം വക്രതയുള്ള ജനമാണ് അവർ. അതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. നമുക്കിങ്ങനെ അള്ളാഹിന്റെ പേരും മറ്റൊക്കെ വിളിച്ച് പറയും, പക്ഷേ ഒരു യാഥാർത്ഥ്യത്തോട് അടുക്കുന്ന സമയത്ത് ഇന്നതാണ് സത്യം, ഇന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തനി നിറം പുറത്താകും എന്നാണ് അള്ളാഹു പറയുന്നത്. വഹുവ അലദ്ദുൽ ഹിസാം. ആ ആളുകൾ അങ്ങനെയൊക്കെ പടച്ചവനെ സാക്ഷി ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അവരാണ് കഠിന വൈരികളായിട്ടുള്ള ആളുകൾ. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വീണ്ടും അള്ളാഹു പറയുകയാണ്, വൈദാ തവല്ല സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഈ പറഞ്ഞ വിഭാഗം ആളുകളുണ്ടല്ലോ, സത്യത്തിന്റെ ബദ്ധവൈരികളായിട്ടുള്ള കഠിനവൈരികളായിട്ടുള്ള ആളുകൾ, മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ, അവർ നിന്നിൽ നിന്നും മടങ്ങിപ്പോയാൽ. ഇവിടെ തവല്ല എന്നുള്ള പദം രണ്ടർത്ഥത്തിൽ അത് നൽകപ്പെട്ടിട്ടുണ്ട്, അതിനർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വല്ല എന്ന ക്രിയയിൽ നിന്ന്, മറ്റൊന്ന് വിലായത്ത് എന്ന പദത്തിൽ നിന്ന്. വല്ല എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങി എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പോ ഇവിടെ പറയുന്ന ആ അർത്ഥം വെച്ച് പറയുന്ന സമയത്ത് ഇവർ വിശ്വാസികളുടെ അടുത്തൊക്കെയാണ് സമയത്ത് ഇങ്ങനെ നല്ല നല്ല വർത്താനങ്ങളൊക്കെ പറയും, നല്ല പഞ്ചാര വർത്താനം പറയും, അള്ളാഹിനെ കുറിച്ചും മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരങ്ങനെ മടങ്ങിയിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങിയാൽ, ഇപ്പൊ പഴയ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു മുനാഫികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതിന് നേതൃത്വം കൊടുത്തിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ എന്ന് പറയുന്ന ഒരു ശത്രുവായിരുന്നു, മദീനത്തുണ്ടായിരുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു. അപ്പൊ അവരിങ്ങനെ റസൂലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, സഹാബാക്കളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇങ്ങനെ മുസ്ലിമീങ്ങളായിട്ട് ചമയും, അഭിനയിക്കും. അങ്ങനെ അവർ മടങ്ങിയാൽ, ഇവിടെ മടങ്ങിയാൽ എന്നർത്ഥം അവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങിയാൽ അവർ യഥാർത്ഥ അവരുടെ തനി നിറം പുറത്താകും, അല്ലെങ്കിൽ അവിടെ ഫസാദ് ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ അർത്ഥത്തിൽ അത് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ. മറ്റൊരു അർത്ഥത്തിൽ എന്താണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? അല്ലല്ല, അങ്ങനെ ഒന്നുണ്ട്. വിലായത്ത് ഒരു പദവി എന്നുള്ള അർത്ഥമുണ്ട്. ഒരു നിന്റെ വിലായത്ത് കൊടുക്കാൻ. അതെ, അത് സാധാരണ സൂഫികൾക്ക് അറിയാമോ പോലത്തെ ആള്. അതെ അതെ. അപ്പൊ ഒരു വിലായത്തുണ്ട്. വിലായത്ത് എന്ന് പറഞ്ഞ പദവിയാണ്. അതിന് എന്താ നമ്മളിപ്പോ ഒരു സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അധികാരം എന്നൊക്കെ. അപ്പൊ അതിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വൈദാ തവല്ല, ഇങ്ങനെയുള്ള മുനാഫികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് അധികാരം കിട്ടിയാൽ എന്നർത്ഥം. അവർക്ക് അധികാരം കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു പറയാണ് വൈദാ തവല്ല സആ ഫിൽ അർളി, അവർ ഭൂമിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. സആ എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം സആ പലസ്ഥലത്തും ആവർത്തിക്കപ്പെട്ടൊരു പദമാണിത്. പ്രയത്നിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ പരിശ്രമിക്കുക എന്നൊക്കെ. സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. അവർ ഭൂമിയിൽ പ്രയത്നിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സർവ്വവിധ നാശങ്ങളും കുഴപ്പങ്ങളും അവർ ഭൂമിയിൽ ഉണ്ടാക്കും. വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. യുഹ്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട അർത്ഥമല്ല, അതിന്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ നമുക്ക് അറിയണം, ഹലാക്ക് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കാൻ അർത്ഥം. യുഹ്ലികൽ ഹർസ വന്നസ്ൽ. ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷി, നസ്ൽ എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പൊ ജീവനെയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ അല്ലെങ്കിൽ വിള ഇത് നശിപ്പിക്കാനും അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും അവരവരുടെ അധികാരം ദുരുപയോഗം ചെയ്യും. നസ്ല് ജീവൻ, ഹർസ് വിള. യുഫ്സിദ, യുഫ്സിദ എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, നാശമുണ്ടാക്കുക, അധർമ്മം പരത്തുക. ഈ അർത്ഥത്തിലൊക്കെ ഫസാദ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവരുടെ പദവി, അവരുടെ അധികാരം
അതവർ വിനിയോഗിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അവരുടെ സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ ബിദുനൂബിനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. നാഥ, ഞങ്ങളുടെ സ്വന്തം തെറ്റുകൾ കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത്. മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. പേടിക്കാത്ത, നിന്നെ ഭയപ്പെടാത്ത, ഞങ്ങളോട് കരുണ ചെയ്യാത്ത ആളുകളുടെ കയ്യിൽ ഞങ്ങളുടെ നേതൃത്വം ഏൽപ്പിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ അധികാരം കിട്ടിയാലുള്ള പ്രശ്നം അതാണ്. ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫസാദുകളും. അപ്പൊ അള്ളാഹു പറയുന്ന ഈ വിഭാഗം ആളുകളുടെ അവസ്ഥ അതായിരിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അള്ളാഹു വാക്ക് അവസാനിപ്പിക്കുന്നത്, എന്നാൽ അള്ളാഹു ആകട്ടെ ഒരിക്കലും തന്നെ ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. കുഴപ്പങ്ങളും നാശങ്ങളും അധർമ്മങ്ങളും പടച്ചു തമ്പുരാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകൾ, മുനാഫികളായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് അത് കിട്ടുന്നതെങ്കിൽ അവർ ആ രീതിയിലായിരിക്കും അത് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വഇദാ ഖീല ലഹു ഇത്തഖില്ലാ. ഇനി ആരെങ്കിലും ഇവിടെ അധികാരം അല്ലെങ്കിൽ നേതൃത്വം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഭരണ നേതൃത്വം, അധികാരം, അത് മാത്രമല്ല, അത് ഏതൊരു ചെറിയ നേതൃത്വമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ രീതിയിലാണ്. അത് ഞങ്ങളുടെ മുകളിലാക്കരുത് എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഒരു കമ്പനി മാനേജർ ആവട്ടെ അല്ലെങ്കിൽ കുടുംബനാഥനാവട്ടെ, അതൊക്കെ ഇതിൽ പെടും. ചില ആളുകൾ ആ രീതിയിലുള്ളവരാണെങ്കിൽ ആ കുടുംബം പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്വാതന്ത്ര്യത്തോട് ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ പ്രാർത്ഥന ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു ആളുകൾക്കും അത് ഫിറ്റാണ്. അത് കേവലം ഒരു ഭരണാധികാരിയെ കുറിച്ച് മാത്രമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വഇദാ ഖീല ലഹു ഇത്തഖില്ലാഹ്. ഈ പറഞ്ഞ ആളുകളോട് അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകളോട് പറയപ്പെട്ടാൽ, ഇവിടെ നമ്മൾ ഖീല എന്നുള്ള പദം ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഖാല എന്ന പദത്തിന്റെ മബീൽ മജ്ഹൂലാണ്. ഖാല എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു. അപ്പൊ ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു എന്നർത്ഥം. വഇദാ ഖീല ലഹു, അവനോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടണം അല്ലെങ്കിൽ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞു പോയാൽ, അയാൾ ഈ കാണിക്കുന്ന കുഴപ്പങ്ങളും അധർമ്മങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരാളടുത്ത് പോയിട്ട് ഇത്തഖില്ല, അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹിനെ പേടിക്കണം എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്ം. അള്ളാഹു പറയാണ്, അവന്റെ ദുരഭിമാനം അവനവന്റെ പാപത്തിൽ അവനെ പിടിച്ചു നിർത്തും. അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്ം. അഖദത്ഹു എന്ന് പറഞ്ഞാൽ എന്താ? അവനെ പിടിച്ചു നിർത്തും എന്നർത്ഥം. അഖദ പിടിക്കുക, എടുക്കുക എന്നർത്ഥത്തിലൊക്കെ അഖദ എന്ന വാക്ക് പറയാറുണ്ട്. നമ്മൾ അവരുടെ സാധനം എടുക്കുന്നതിന് ഖുദ്ഹദ എന്ന് പറയും, എടുക്കുന്നു. അതിൽ നിന്നാണ് അഖദ. അഖദത്ഹു, അവനെ പിടിച്ചു നിർത്തും. അല്ല ഇസ്സത്തു, ഇസ്സത്തു എന്ന് പറഞ്ഞാൽ അവന്റെ ഗർവ് അല്ലെങ്കിൽ അവന്റെ ദുരഭിമാനം, അത് അവനെ പിടിച്ചു നിർത്തും. എന്തിൽ പിടിച്ചു നിർത്തും? ബിൽ ഇസ്മ. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം അല്ലെങ്കിൽ അവന്റെ കുറ്റകൃത്യം. അപ്പൊ അവൻ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങളും പാപങ്ങളും, അതിനാണ് ഇവിടെ ഇസ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഇസ്മിൽ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കും. ഒരിക്കലും തന്നെ അവൻ അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറല്ല. അവൻ എന്തുകൊണ്ട് പിടിച്ചു നിർത്തുന്നു? അവന്റെ ദുരഭിമാനവും അവന്റെ ഗർവുമാണ്. ഇവിടെ ഇസ്സത്ത് എന്ന പദം ഇത് ഖുർആനില് പല സ്ഥലങ്ങളിലും ആവർത്തിച്ചൊരു പദമാണ് ഇസ്സത്ത്. ഇത് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ, അതിന് അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ ദുരഭിമാനം. ഒരു മനുഷ്യൻ അഭിമാനിയായിരിക്കുക എന്നുള്ളത് എന്താണ്? അത് നല്ല അർത്ഥമാണത്, അത് മോശപ്പെട്ട അർത്ഥമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹ്ക്കാണ് ഇസ്സത്ത് ഉള്ളത്, അതുപോലെ അവന്റെ പ്രവാചകനാണ് ഇസ്സത്ത് ഉള്ളത്, അതുപോലെ മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത് ഉള്ളത്.
അപ്പോൾ ഒരു മോമിനെ ഇജ്ജത്തുള്ളവനായി ഇരിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമല്ല, മോശപ്പെട്ട ഒരു ഗുണമല്ല യഥാർത്ഥത്തിൽ. നല്ല ഗുണമാണ്, ഒരു മനുഷ്യന് ഇജ്ജത്തുള്ളവനായിരിക്കണം. പക്ഷെ അവിടെ ഇജ്ജത്തോണ്ട് ഉദ്ദേശിക്കുന്ന അഭിമാനാണ്. അഭിമാനിയായിരിക്കണം എന്നർത്ഥം. ഒരിക്കലും തല താഴ്ത്താൻ പോകരുത്. ഒരിക്കലും അവന്റെ ഈമാനെയും മറ്റും അവന് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് ശത്രുക്കളുടെ മുന്നിൽ അടിയറവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അല്ലയോ സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും അവനവന്റെ ദീനിനെ തൊട്ട് മുർത്തദ്ദായി പോവുകയാണെങ്കിൽ, ദീൻ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, മറ്റൊരു ജനവിഭാഗത്തിൽ ഖൗമിനെ അള്ളാഹു കൊണ്ടുവരുന്നതാണ്. എന്താണ് ഖൗമിന്റെ പ്രത്യേകത? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളൊരു വിഭാഗം. എന്നിട്ട് പറയുന്നത് എന്താണ്? അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് വളരെ താഴ്മയുള്ളവരായിരിക്കും അവർ. അഇസ്സത്തിൻ അൽ കാഫിരീൻ, അതേസമയം സത്യനിഷേധികളോട് അങ്ങേയറ്റം പ്രതാപമുള്ളവരായിരിക്കും, ഇസ്സത്തുള്ളവരായിരിക്കും. അപ്പൊ ഈ അർത്ഥത്തിലെ ഇസ്സത്ത് എന്ന് പറയുന്നത് നല്ല അർത്ഥമാണ്, അത് പോസിറ്റീവായിട്ടുള്ള അർത്ഥമാണ്. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുരഭിമാനം എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്ം എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ അഭിമാനം അവന്റെ സത്യത്തിനെതിരായിട്ട് നിൽക്കുന്ന സമയത്ത്, അതിനാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. അതിന് ഗർവ് എന്ന് പറയും, അതിന് അഹങ്കാരം എന്ന് പറയും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ കിബ്രു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലാണ്. വഗംതുൻ നാസ്, ജനങ്ങളെ തരം താഴ്ത്തി കാണലാണ്. ഇതാണ് കിബർ. കാരണം കിബറിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് സംശയമായി. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നല്ല വസ്ത്രം ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കുന്നുണ്ട്, ഇതൊക്കെ കിബ്രിൽ പെട്ടുപോകുമ്പോൾ എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, തീർച്ചയായിട്ടും അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതും ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് അതൊന്നും കിബ്റല്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കിബ്റു ബത്തറുൽ ഹഖ് വഗംതുൻ നാസ്, യഥാർത്ഥത്തിൽ കിബ്ർ എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ തരം താഴ്ത്തലുമാണ്. അപ്പൊ ഇതിനാണ് ദുരഭിമാനം എന്ന് പറയുന്നത്, ഇതിനാണ് ഗർവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്സത്ത് അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നമുക്കറിയാം ഏറ്റവും വലിയ കടുത്ത പാപമാണ് ഈ രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, അവന് സ്വർഗം പോവില്ല എന്നാണ്. ആരെങ്കിലും മനസ്സിൽ അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ, നമുക്കറിയാം പിശാജ്, ലാനത്താക്കപ്പെട്ട പിശാജ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തന്നെ അള്ളാഹുവിന്റെ ലാനത്തിന് ലഭിക്കാൻ തന്നെ കാരണം ഈ ഒരു ദുസ്വഭാവം ഉണ്ടായതുകൊണ്ടാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവന്റെ കിബ്റായിരുന്നു അവനെ തടഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽ കിബ്റു റിദാഇ വൽ അളമതു ഇസാരി എന്ന് പറഞ്ഞാൽ കിബ്ർ എന്ന് പറയുന്നത് അത് എന്റെ മേൽമുണ്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അർത്ഥം. അത് അള്ളാഹു അവന് മുത്തക്കബ്ബിറാണ്, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അവൻ കിബ്റുള്ളവൻ. കാരണം അള്ളാഹു ആണ്, അവൻ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അവനിക്ക് അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട്. അതാരെങ്കിലും സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ നിന്നും തട്ടിയെടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ഗുണം ആരെങ്കിലും തനിക്കുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ കഠിനമായിട്ട് ശിക്ഷിക്കുമെന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഖുദ്സിയായിട്ടുള്ള ഹദീസിലൂടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ദുസ്വഭാവം, ഈ കിബ്ർ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഈ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും. അവരോടെങ്ങാനും നീ തഖ്വ പാലിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്ം, അവനവന്റെ ആ ദുരഭിമാനം അവനവന്റെ പാപത്തിൽ പിടിച്ചു നിർത്തും. ഫഹസ്ബുഹു ജഹന്നം, അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുകയാണ് അവനക്ക് മതിയായതും ജഹന്നം മാത്രമാണ്, ഇനി വേറൊന്നും അവനക്ക് പകരം നൽകാനില്ല. കാരണം എന്താ, അവൻ എന്തൊക്കെ ഉപദേശിച്ചാലും അവൻ നന്മയിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ടെങ്കിൽ ഫഹസ്ബുഹു ജഹന്നം, ഹസ്ബ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ മതിയാകൂ എന്നാണ് ആ പദം അവിടെ അർത്ഥം നൽകുന്നത്. ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം മാത്രമേ മതിയാവുകയുള്ളൂ, മറ്റൊന്നും അവന് ഫലം ചെയ്യുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലബിഇസൽ മിഹാദ്, എത്ര മോശപ്പെട്ട സങ്കേതമാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ലബിഇസ എന്നുള്ളത് ഒരു പദപ്രയോഗമാണ്, എത്ര മോശപ്പെട്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിഅമ എന്ന് പറയും എത്ര നല്ല എന്നുള്ളതിന്.
അപ്പൊ ബീസ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട. മിഹാദ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം തൊട്ടില് എന്നാണ്. ഇത് ഈ മിഹാദ് എന്നുള്ള പദം ഖുർആന്റെ മറ്റു പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സൂറത്തുൽ നബയില് ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വജഅൽനൽ അർള മിഹാദ നടത്തപ്പെട്ട ഒരു പദപ്രയോഗമാണ്, പദമാണ് പരിശുദ്ധ ഖുർആനിൽ. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഭൂമി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളതിന് തെറിച്ചു പോകണില്ല, കുട്ടികളതിന് തെറിക്കുന്നില്ലല്ലോ, അതിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂമി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു തരം കറങ്ങളുണ്ട്. ഒന്ന് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ നിന്നുള്ള കറക്കം, മറ്റൊന്ന് അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കറക്കങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യനൊന്നും അനുഭവപ്പെടുന്നില്ല. അത് സുഖമായിട്ട് അവിടെ നടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. അപ്പോൾ ഇവിടെ അള്ളാഹു നരകത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് അവരുടെ മിഹാദ് അല്ലെങ്കിൽ അവരുടെ സങ്കേതം, അവരുടെ വാസസ്ഥലം അത് അങ്ങേയറ്റത്ത് മോശമായിട്ടുള്ളതാണ്. ഫഹസ്ബുഹു ജഹന്നം വലബിഇസൽ മിഹാദ്, എത്ര മോശപ്പെട്ട സങ്കേതമാണ് അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ നമുക്കറിയാം ശൈലിയിൽപ്പെട്ടതാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ മുനാഫികളായിട്ടുള്ള ആളുകളാവട്ടെ അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉടനെ തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഹജ്ജിന്റെ ആയത്തുകൾ പറഞ്ഞപ്പോൾ അവിടെ ഒരു വിഭാഗം ആളുകൾ ഐഹിക ലോകത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വിഭാഗം വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. മിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ, അങ്ങനെ പറയുന്ന സത്യവിശ്വാസികളുമുണ്ട്. അതല്ല പരിശുദ്ധ ഖുർആന്റെ നീതിയുടെ ഒരു ഭാഗമാണ്. അതെല്ലാ ആളുകളും ഇങ്ങനെയുള്ള ധിക്കാരികളാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. മറിച്ച് ജനങ്ങളിൽ നല്ല ആളുകളുമുണ്ട്. ഒമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ്, ജനങ്ങളിൽ മറ്റൊരു വിഭാഗമുണ്ട്, അവർ അവരുടെ സ്വന്തത്തെ തന്നെ വിൽക്കുന്നു. യശ്രി എന്നുള്ള പദം രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഭാഷയിൽ. വിൽക്കുക എന്നുള്ളതിനും അതുപോലെ തന്നെ വാങ്ങുക എന്ന അർത്ഥത്തിലും. അത് ഓരോ സന്ദർഭം അനുസരിച്ച് അതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു പറയുന്നു ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ മൻ യശ്രി നഫ്സഹു, അവൻ അവന്റെ സ്വന്തത്തെ തന്നെ, നഫ്സിനെ തന്നെ അവൻ വിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്? ഇബ്തിഗാഅ. ഇബ്തിഗാഅ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കാൻ വേണ്ടി. എന്ത് നേടിയെടുക്കാൻ വേണ്ടി? മർളാത്തില്ല, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ തൃപ്തി. മർളാത്ത് എന്നുള്ളത് റിള എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. റിള എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് തൃപ്തി അല്ലെങ്കിൽ പ്രീതി. അതിന്റെ ക്രിയയാണ് റളിയ. നമ്മൾ സഹാബിയെ സംബന്ധിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. അത് സൂറത്തുൽ ബയ്യനയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് അവരും അള്ളാഹു അവരെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രീതി, അതിനാണ് മർളാത്തില്ല എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ആ പ്രീതിയും അതുപോലെ തന്നെ അവന്റെ ആ പൊരുത്തവും അത് ലഭിക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി അവന്റെ സ്വന്തത്തെ അവൻ വിൽക്കുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിന് കച്ചവടത്തോട് ഉപമിക്കുന്നുണ്ട്. ഒന്നുകിൽ കച്ചവടത്തോട് അല്ലെങ്കിൽ ഒരു കടത്തോട് ഉപമിക്കുന്നുണ്ട്. എന്നുള്ളത് നമുക്ക് തന്നിരിക്കുകയാണല്ലോ അള്ളാഹു. നമ്മുടെ ജീവൻ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, ഇതെല്ലാം അധ്വാനം, സമയം, സമ്പത്ത്, ജീവൻ പോലും, ഇത് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്ത് ഉന്നതമായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കച്ചവടമാണ്. നമ്മളിത് കൊടുക്കുന്നു, അതിന് പകരം നമുക്ക് അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് കിട്ടുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറയുന്നു ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു ഇതാ വാങ്ങിയിരിക്കുന്നു അവന്റെ വിശ്വാസികളിൽ നിന്ന് അവരുടെ ധനവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും. എന്തിനു പകരമായിട്ടാണ്? സ്വർഗത്തിന് പകരമായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുകയാണ് മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫു ലഹു. ആരാണ് അള്ളാഹുവിന് കർള് കൊടുക്കാനുള്ളത്, കടം കൊടുക്കാനുള്ളത്? കർളൻ ഹസനൻ, നല്ലൊരു കടം. അവിടെ കടമായിട്ട്, കച്ചവടമായിട്ട്. അങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ എന്താണ് അള്ളാഹു പറയുന്നത്? യുളാഇഫു ലഹു, അതിന്റെ പ്രതിഫലം അള്ളാഹു അവന് ഇരട്ടിയായിട്ട് പരലോകത്ത് കൊടുക്കും. അപ്പൊ ഇത് നമ്മളെ ഭൗതികമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ കച്ചവടം, കടമൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ എടുക്കാൻ പാടില്ല, പലിശയാണ്. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല, അള്ളാഹു കൂടുതലായിട്ട് നൽകുന്നതാണ്.
അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹമാണത്. അതൊരിക്കലും നമ്മുടെ ദുനിയാവിലുള്ള ഇടപാട് പോലുള്ള പലിശയല്ല. അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഇവിടെ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവർ അവരുടെ ജീവിതം തന്നെ കൊടുത്തിരിക്കുകയാണ്. മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആ മർളാത്ത്, അവൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. പക്ഷെ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് കുറച്ച് കഠിനമായിട്ടുള്ള എന്ത് വേണം? മനക്കരുത്ത് വേണം, ഈമാൻ വേണം. നമ്മൾ മനക്കരുത്ത് എന്ന് പറയും, ഈമാൻ വേണം, ഇഖ്ലാസ് ഉണ്ടാവണം, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നെഫ്സ് തന്നെ കൊടുക്കാൻ, നമ്മളോട് നെഫ്സൊന്നും നമ്മളിപ്പോൾ കൊടുക്കണില്ലല്ലോ. നമ്മൾ 5 വക്ത് നിസ്കാരം പോലും നമുക്ക് കൊടുക്കാൻ തയ്യാറല്ല. സുബയുടെ സമയത്തൊക്കെ സമയം തെറ്റാണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് അള്ളാഹു അവന് നമ്മളോട് നമ്മുടെ ധനവും നമ്മുടെ നെഫ്സും ഇതെല്ലാം ആവശ്യപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ ദീനിന് വേണ്ടിയിട്ട് അത് കുറച്ച് കഠിനമുള്ള കാര്യമാണ്. അവിടെ തന്നെ അള്ളാഹു പറയുന്നു, അള്ളാഹു റഊഫും ബിൽ ഇബാദ്. അങ്ങനെയുള്ള അടിയാറുകളുണ്ടല്ലോ, അങ്ങനെയുള്ള അടിയാറുകളായിട്ടുള്ള ആളുകളോട് അള്ളാഹു അങ്ങേയറ്റത്തെ റഊഫാണ്, ദയാലുവാണ്. അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൂർണ്ണമായിട്ട് അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവൻ്റെ വാഗ്ദാനം അത് തീർച്ചയായിട്ടും അള്ളാഹു നിറവേറ്റുകയും ഉന്നതമായിട്ടുള്ള സ്വർഗത്തിൽ അവരെ കുടിയിരുത്തുകയും ചെയ്യും എന്ന വാഗ്ദാനത്തോട് കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്ന് എടുത്ത വചനങ്ങൾ ഇൻഷാ അല്ലാഹ് ഓതിയതിനു ശേഷം നമുക്ക് ക്ലാസ് നമുക്ക് നിർത്താം. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه ويشهد الله على ما في قلبه وهو ألد الخصام. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا
قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قال السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وما أنزل إلى
وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون. وقالوا كونوا هودا أو نصارى وقالوا كونوا هودا وقالوا كونوا രണ്ട് സ്ഥലത്തെയും ദൈർഘ്യം സാധാരണ ദൈർഘ്യമാണ്. വഖാലു കൂനു ഹൂദൻ ഔ നസാറ ഹൂദൻ ഔ നസാറ ഹൂദൻ തൻവീനാണ്. ആ തൻവീനു ശേഷം ഹംസയാണ്. അവിടെ ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല, ഇൽഹാർ ചെയ്യണം. വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു تهتدوا قل بل ملة إبراهيم حنيفا تهتدوا അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫാണ് നല്ലത്. قل بل ملة إبراهيم قل بل ملة إبراهيم ملة إبراهيم ബാക്ക് സുക്കൂനാണ്, തൽപ്പദത്തിന്റെ അക്ഷരമാണ്. ഇബ്രാഹീമ ഹനീഫ അത് വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ഹനീഫൻ വമാ തൻവീനു ശേഷം വാവാണ്. ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ ഹനീഫൻ വമാ ഇദ്ഗാം ഇദ്ഗാം ബി ഗുന്നയുടെ നിയമം. ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യുക. വമാ കാന മിനൽ മുശ്രികീൻ വഖഫ് ചെയ്യുമ്പോൾ അല്പം നീട്ടി വഖഫ് ചെയ്യുക. വമാ കാന മിനൽ മുശ്രികീൻ قولوا آمنا بالله وما أنزل إلينا
ഖൂലൂ ആമന്നാ. കഴിഞ്ഞ ആയത്തിൽ ഖാലൂ കൂനു, അവിടെ സാധാരണ നിരക്കുള്ള നീട്ടൽ മാത്രമേ ഉള്ളൂ. വഖാലൂ കൂനു, എന്നാൽ ഇവിടെ ഖൂലൂ ആമന്നാ. ഖൂലൂ ആ ദീർഘത്തിന് ശേഷം ഹംസയാണ്. അതുകൊണ്ട് മദ് മുൻഫസിലാണ്. 3-4 ഹർക്കത്തിന്റെ ദൈർഘ്യത്തിൽ അതിനെ നീട്ടി ഓതുക. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലൈനാ. അവിടെ വമാ ഉൻസില, ഇതുപോലെ തന്നെ മദ് മുൻഫസിലാണ്. അതുപോലെ സുക്കൂനായ നൂനിന് ശേഷം നൂനിന് ശേഷം സ എന്ന അക്ഷരമുണ്ട്. ഇഖ്ഫാഇന്റെ നിയമമാണ്. വമാ ഉൻസില അത് മണിക്കണം. നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചോദം. വമാ ഉൻസില. وما أنزل إلينا അവിടെ ഹംസ ശ്രദ്ധിക്കുക, 2 സ്ഥലത്ത്. وما أنزل إلينا وما أنزل, വീണ്ടും മദ്ദാണ്. وما أنزل إلى إبراهيم, 2 സ്ഥലങ്ങളിൽ മദ് ആവർത്തിച്ചു വരികയാണ്. വമാ ഉൻസില, അതുപോലെ ഇലാ ഇബ്രാഹിമ. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരേ രൂപത്തിലുള്ള ദൈർഘ്യമാണ് നൽകേണ്ടത്. ഒരു സ്ഥലത്ത് ദൈർഘ്യം കൂട്ടുകയും മറ്റു സ്ഥലത്ത് ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യാൻ പാടില്ല. ഖൂലൂ ആമന്ന വമാ ഉൻസില, വീണ്ടും വമാ ഉൻസില ഇലാ ഇബ്രാഹിമ. പിന്നീട് അതിനുശേഷം വീണ്ടും വരുന്നുണ്ട് വമാ ഊതിയ. വീണ്ടും വമാ ഊതിയ. ആറ് മദ്ദുകൾ, മദ് മുൻഫസിൽ ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ إبراهيم وإسماعيل وإسحاق ويعقوب. അവിടെ വഖഫിന്റെ സന്ദർഭങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും വഖഫ് ചെയ്യേണ്ടി വരും. വലിയ ആയത്താണ്. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്തിട്ട് തൊട്ട് മുമ്പ് എടുത്തോതണം. وقولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق. അവിടെ ഇബ്രാഹിമ ബാക്ക് സുക്കൂനാണ്. ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. അവിടെ ഖാഫിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇസ്ഹാഖ് അല്പം നീട്ടിയിട്ട് തന്നെ വഖഫ് ചെയ്യണം. മാത്രമല്ല ഖാഫ് കൽക്കലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ഹാഖ് എന്ന് വെക്കണം. وإسحاق ويعقوب والأسباط وما أوتي
أوتي موسى وعيسى وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى വീണ്ടും എടുത്തുക وما أوتي موسى وعيسى وما أوتي النبيون من ربهم. ഈ രണ്ട് സന്ദർഭങ്ങളിലും അവിടെ മദ് വീണ്ടും വരും, മദ് മുൻഫസിൽ. വമാ ഊതിയ أوتي موسى وعيسى وما أوتي النبيون من ربهم وما أوتي النبيون نون شد وما أوتي النبيون من ربهم سكون نون شاشم من ربهم من ربهم അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. ജായിസായൊരു വഖഫ് അവിടെ ഉണ്ട്, ചില മുസാഫുകളിലുണ്ട്, കാണുന്നില്ല. പക്ഷെ لا نفرق بين أحد منهم لا نفرق بين أحد منهم വാക്ക് ഷദ്ദുണ്ട്, അതോടൊപ്പം അതിനെ അത് ഫിസ്റിലാണ് കൊണ്ട് തർക്കീക്കാക്കിക്കൊണ്ട് ഓതണം. لا نفرق بين أحد منهم لا نفرق بين أحد منهم تنوين أحد منهم إدغامان إدغام بغنيان أحد منهم ونحن له مسلمون منهم അവിടെ മണിക്കാൻ പാടില്ല. منهم ونحن إظهارا منهم ونحن അതുപോലെ منهم സുകുന നൂന് ശേഷം ഹ അവിടെ മണിക്കാൻ പാടില്ല, ഇظهارا منهم ونحن له مسلمون ونحن له ح ونحن له مسلمون. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق. فإن آمنوا سكون نون ششم همزة ഇൽഹാറിന്റെ നിയമമാണ്. فإن آمنوا بمثل ما آمنتم بمثل ما آمنتم فإن آمنوا سكون نون همزة أبي بهاران بمثل ما آمنتم ما آمنتم അവിടെ മദ്ദാണ്, മദ് മുൻഫസിലാണ്. മാ ആമൻതും സുകുന നൂൻ ശേഷം ത ഇഖ്ഫാഇന്റെ നിയമം. ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ അവിടെ സുകുന മീമിന് ശേഷം ബ മണിച്ചുകൊണ്ടുപോകുക.
ما آمنتم به فقد اهتدوا അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق وإن تولوا സുക്കുനായ നൂനിന് ശേഷം ത ആണ് അവിടെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിച്ചോദനം. وإن تولوا فإنما هم في شقاق فإنما നൂന് മുഷദ്ദദയാണ് ഷദ്ദുള്ള നൂനാണ് മണിച്ചോദ. فإنما هم സുക്കുനായ മീമിന് ശേഷം വഹാർ ചെയ്ത് അത് മണിക്കാൻ പാടില്ല. فإنما هم في شقاق അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. ഷിഖാഖ് വഖഫ് ചെയ്യുമ്പോൾ ഫീ ഷിഖാഖ് ആരിവോട് കൂടിയിട്ട് വഖഫ് ചെയ്യുക. ഖാഫ് കൽക്കലത്തിന്റെ അക്ഷരമാണ്, അതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ഫീ ഷിഖാഖ് എന്ന് പറഞ്ഞാൽ പോരാ, ഫീ ഷിഖാഖ് എന്ന് തന്നെ വഖഫ് ചെയ്യണം. നേരത്തെ വൈസ്ഹാഖ് എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വൽ അസ്ബാത്ത് എന്ന് വഖഫ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ വഖഫ് ചെയ്യേണ്ടി വരുന്നത് പോലെ ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ فإنما هم في شقاق فسيكفيكهم الله അവിടെയും വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫ് അനുവദിക്കപ്പെട്ട സന്ദർഭമാണ്. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ فسيكفيكهم الله وهو السميع العليم. വഖഫ് ചെയ്യുകയാണെങ്കിൽ فسيكفيكهم الله അല്ലാഹ് എന്ന് നീട്ടിയിട്ട് വഖഫ് ചെയ്യണം. ഇവിടെ فإنما هم في شقاق فسيكفيكهم الله. ആദ്യത്തിൽ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ നീട്ടി ചേർത്തുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ അവിടെ ഷിഖാഖിൻ തൻവീന് ശേഷം ഫ ആണ്. അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണ് മണിച്ചോദനം. وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو
السميع العليم. ഈ രൂപത്തിൽ ഏത് രൂപത്തിൽ അത് ഓതാവുന്നതാണ്. അലീം അവസാനമായി വഖഫ് ചെയ്യുമ്പോൾ എന്തായിരുന്നാലും അവിടെ ആരിദിന്റെ മദ്ദിനെ കരുതുക, നീട്ടി വഖഫ് ചെയ്യാം. صبغة الله ومن أحسن من الله صبغة. صبغة الله ومن أحسن من الله صبغة. അവിടെ صبغة الله صبغة الله അങ്ങനെ വഖഫ് ചെയ്യാം. ومن أحسن من الله صبغة ونحن له عابدون. ومن أحسن സുക്കൂനിന് ശേഷം ഹംസയാണ്. ومن أحسن من الله صبغة ونحن له. ومن أحسن من الله صبغة ونحن له عابدون. ومن أحسن സുക്കൂനിന് ശേഷം ഇവിടെ ഹംസയാണ്, ഇവിടെ ഇബ്ഹാർ ചെയ്യണം. മിനല്ലാഹി സിബ്ഗതൻ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബി ഗുന്നയുടെ നിയമം ചേർത്തുകൊണ്ട് ഓതുക. തൻവീനിനെ വാവിലേക്ക് ചേർക്കുക, എന്നിട്ട് മണിച്ചോതുക. സിബ്ഗതൻ വ നഹ്നു ലഹു ആബിദൂൻ. وَنَحْنُ لَهُ عَابِدُونَ വഖഫ് ചെയ്യുമ്പോൾ നീട്ടി വഖഫ് ചെയ്യുകയും ചെയ്യാം. وقالوا ശ്രദ്ധിക്കുക. ആദ്യം മുതൽ 135 ആയത്ത്. وقالوا وقالوا അവർ പറയുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അതുമായിട്ട് ഈ ആയത്തിന് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഈ തുറന്നു വരുന്ന ആയത്ത് അവിടെ വരുന്ന വാവ് നേരത്തെ പറഞ്ഞതിലേക്ക് ആക്കഫ് ചെയ്യപ്പെടുന്നില്ല. ഇസ്തിനാഫിന്റെ വാവാണ്. മറ്റൊരു കാര്യം തുടങ്ങിയാണ്, അതാണ് അവിടെ വാ ഇസ്തിനാഫ്. ഖാലൂ വഖാലു. ഖാലൂ അവർ പറഞ്ഞു. ഖാലൂ അവർ പറഞ്ഞു. ഖാല ഖാല ഖാലു. ഖാല ഖാല ഖാലു അവർ പറഞ്ഞു. ഖാല അവൻ പറഞ്ഞു. ഖാലു ഖാലു അലൈക്കും അസ്സലാം. ഖാലു എന്ന് പറയുമ്പോൾ ഫിഅൽ മാദി മബ്നിയും അലാ ദം.
അതിൽ വാവുൽ ജമാഅത്ത് അതിന് ശേഷം വരുന്ന വാവുൽ ജമാഅത്ത് വാവുൽ ജമാഅത്ത് അതാണ് അതിലെ ളമീർ. അവർ വരുന്ന അവർ പറഞ്ഞു, അത് വാവുൽ ജമാഅത്ത് അതാണ്. അത് സുക്കൂനിൽ മബ്നിയാണ്. അവർ പറഞ്ഞു, പറഞ്ഞതാരാണ്? അവരാണ്, ഫായിലാണ്. ഖാലയുടെ ആ ഫിഅലിലുള്ള ഖാലു എന്ന് പറഞ്ഞുള്ള ഫായിൽ അവരാണ്. അത് ഫായിൽ എപ്പോഴും റഫ്ഇന്റെ സ്ഥാനത്തായി. വഖാലു കൂനു നിങ്ങൾ ആകുവിൻ കൽപ്പനയാണ്. കുൻ നീ ആവുക. അതിൽ നിന്ന് അതിന്റെ ജംഇന്റെ രൂപമാണ് കൂനു നിങ്ങൾ ആയിത്തീരുക. കാന യകൂനു കുൻ ഫയകൂൻ പറ്റില്ല. കുൻ ആണ് കുൻ നീ ആവുക. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ആവുക എന്ന് പറയാനാണ് കൂനു. അപ്പൊ അത് എന്താണ്? ഫിഅല് അംറാണ്. അത് നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് നൂനിന്റെ ഹദ്ഫിൽ അത് മബ്നിയാണ്. കൂനു അതിലുള്ള വാവ് അത് ളമീറാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുക്കൂനിൽ മബ്നിയാണ്. അത് റഫ്ഇന്റെ സ്ഥാനത്താണ് വരിക. എന്താ കാരണം? നിങ്ങൾ ആകുവിൻ എന്നാണ്. കാന ഇസ്മ കാനയാണ്. എന്താണ്? ഇസ്മ കാനയാണ്. കാനയുടെ ഇസ്മായിട്ടാണ്. കാനയുടെ ഇസ്മ എപ്പോഴും എന്താണ്? മർഫു ആണ്. കാനയുടെ ഇസ്മ മർഫു ആണ്. കാനല്ലാഹു ഗഫൂറൻ. അല്ലാഹു എന്നതാണ് കാനയുടെ ഇസ്മ. കാനയുടെ ഖബർ ഗഫൂറൻ. കാനയുടെ ഖബർ മൻസൂബായിരിക്കും. അതുകൊണ്ടാണ് ഗഫൂറൻ എന്ന് പറയുന്നത്. ഇവിടെ കൂനു എന്ന് പറയുമ്പോൾ കാനയിൽ നിന്ന് തന്നെയാണ് കൂനു ഉണ്ടാകുന്നത്. നിങ്ങൾ ആകുവിൻ. അപ്പോ നിങ്ങൾ ആകുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഇവിടെ കാനയുടെ ഇസ്മ. അതിവിടെ വാവുൽ ജമാഅത്തിലാണ് വരുന്നത്. കൂനു. അപ്പൊ അതുകൊണ്ട് അത് എന്താകുന്നു? അതിലെ വാവുൽ ജമാഅത്താണ്. വാവുൽ ജമാഅത്ത് സുക്കൂനിൽ മബ്നിയാണ്. അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു. അത് കാനയുടെ ഇസ്മാകുന്നത് കൊണ്ട്. ശരി. وقالوا كونوا هودا നേരത്തെ ഒരുപാട് വിശദീകരിച്ചതാണ്. ജൂതന്മാർ. ഹൂദൻ അത് കാനയുടെ ഖബറാണ്. അതുകൊണ്ടാണ് ഖബർ കാന മൻസൂബാണ്.
ഖബർ കാന മൻസൂബ. അതുകൊണ്ടാണ് വഖാലു കൂനു ഹൂദൻ, നിങ്ങൾ ജൂതന്മാർ ആയിത്തീരുക. ഔ നസാറ, ഔ അത്ഫിന്റെ ഹർഫാണ്. അത് ശേഷം വരുന്നത് തൊട്ട് മുമ്പത്തിലേക്ക് അത്ഫ് ചെയ്യപ്പെടുന്നു. നസാറ എന്നത് ഹൂദൻ എന്ന് പറയുന്നതിലേക്ക് അത്ഫ് ചെയ്യപ്പെടുക. ഔ നസാറ, ഹൂദൻ ഔ നസാറ. അപ്പോൾ ഹൂദൻ എന്നതിന്റെ അതേ ഇറാബാണ് നസാറക്കും ഉണ്ടായിത്തീരുക. അപ്പൊ അത് മഅതൂഫാണ്, മൻസൂബാണ്. മഅതൂഫാണ്, ഹൂദൻ എന്നതിലേക്ക് അത് അത്ഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതൊന്നിലേക്കാണോ അത്ഫ് ചെയ്യപ്പെടുന്നത് അതിന്റെ അതേ ഇറാബായിരിക്കും മഅതൂഫിനുണ്ടാവുക. ശേഷം വരുന്ന പദത്തിനും അത് തന്നെയാണ് ഉണ്ടാവുക. ഹൂദൻ ഔ നസാറ തഹ്തദൂ, തഹ്തദൂ. ഹദാ യഹ്ദി, ഹദാ യഹ്ദി. ഹുദാ, ഹുദ മസ്ദറാണ് ഹുദാ. ഹദാ യഹ്ദി. അതിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ഇഫ്തഅല വസ്നിൽ വരുന്നതാണ് ഇഹ്തദാ, ഇഹ്തദാ യഹ്തദി, ഇഹ്തദാ യഹ്തദി. അത് മുളാരി യഹ്തദി, ഇഹ്തദാ ഇഫ്തഅല വസ്നിൽ വരുന്നതാണ്. ഹദാ എന്നതിൽ നിന്നുണ്ടാകുന്ന ഇഫ്തഅല വസ്നിലാണ് അല്ലെങ്കിൽ നേർമാർഗം പ്രാപിച്ചു എന്നർത്ഥം, പ്രാപിക്കുന്നു എന്നർത്ഥം. യഹ്തദൂന, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നു. അപ്പൊ അതിന്റെ സീഗ എന്താണ്? തഹ്തദൂന. ഫിഅൽ മുളാരിഅല് ഇഹ്തദാ, അതിന്റെ ഇഹ്തദാ മാദിയാണ്, അതിന്റെ മുളാരിയാണ് ഇഹ്തദി. അതിന്റെ ഇഹ്തദി എന്ന് പറയുന്നതിന്റെ മറ്റു രൂപമാണ് തഹ്തദൂന, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നു. അത് ജംഅ് മുദക്കർ ആണ്, ഹാദിറാണ്, മുദക്കറാണ്, ജംആണ്. അപ്പൊ തഹ്തദൂന, ആ തഹ്തദൂനയിൽ അത് കൂനു എന്ന് പറയുന്നതിന്റെ കൂനു നിങ്ങളാകുവിൻ ഹൂദൻ ഔ നസാറ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ജവാബാണ് എന്ത്? ഈ തഹ്തദു, നിങ്ങൾ. ജവാബ് ത്വലബാണ്, ജവാബ് ത്വലബ്. അത് ജസ്മ് ചെയ്യപ്പെടുന്നു, ജസ്മ് ചെയ്യപ്പെടുന്നു. ജവാബ് ത്വലബ് ജസ്മ് ചെയ്യപ്പെടുന്നു. ജസ്മ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നൂനിനെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ്. തഹ്തദു എന്ന് പറയുന്നത് ഫിഅൽ മുളാരിയാണ്, ജവാബ് ത്വലബ് മജ്സൂമാണ് ബിഹദ്ഫിൻ നൂൻ, നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട്. തഹ്തദു ഫിഅൽ മുളാരി
جواب الطلب مجزوم بحرف النون. അപ്പോൾ അതാണ് തെഹ്തദൂന എന്നതിന്റെ നൂന് കളഞ്ഞിട്ടാണ് തെഹ്തദു ഉണ്ടാകുന്നത്. കാരണം കൂനു എന്നതിൽ നിന്നുണ്ടാകുന്ന അതിന് ശേഷം ഉണ്ടാകുന്ന ജവാബ് ത്വലബാണ്. ഖുൽ പറയുക, ഖുൽ പറയുക. ഫിഅല് അംർ. സുക്കൂനിൽ മബ്നിയാകുന്നു. ഖുൽ അതിലുണ്ടാകുന്ന ഫാഇൽ എന്താണ്? ഖുൽ നീ പറയുക. ഒരു ഫാഇൽ നീയാണ്. ഫാഇൽ മുസ്തത്തിറാണ്, മറഞ്ഞു കിടക്കുന്ന ഒരു ദമീറുണ്ട്. അതിന്റെ തഖ്ദീർ അൻതയാണ്. ഖുൽ അൻത നീ പറയുക. അപ്പോൾ അൻത പറയേണ്ട ആവശ്യമില്ല, ഖുൽ നീ പറയുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഖുൽ ബൽ മില്ലത ഇബ്രാഹിം. ബൽ എന്നാൽ അതല്ല എന്നൊക്കെ, അതല്ല പക്ഷേ എന്നാണ് ബൽ എന്നതിന്റെ അർത്ഥം പറയുക. അത് ഹർഫ് ഇറാബ് എന്നാണ് അതിന് പറയുക. ഇറാബ് എന്ന് പറയാനുള്ള കാരണം അതിന് തൊട്ട് മുമ്പ് പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ട് ശേഷം പറയാൻ പോകുന്ന കാര്യത്തെ സ്ഥാപിക്കുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു, നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആവുക, നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കും. ഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. ഖാലു അവർ പറഞ്ഞു, കൂനു നിങ്ങളാകുവിൻ, ഹൂദൻ ഔ നസാറ ജൂതനോ ക്രിസ്ത്യാനിയോ, തഹ്തദു എങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. ആണ് തഹ്തദു. അപ്പൊ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനാണ് ബൽ പറയുന്നത്. ബൽ അതല്ല. അപ്പോ അതിനുശേഷം അപ്പൊ ബൽ എന്ന് പറയുന്നതോടുകൂടി ആദ്യം പറഞ്ഞതിനെ ഒഴിവാക്കുക. എന്നിട്ട് പിന്നീട് പറയാവുന്ന കാര്യം അതിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ. മില്ലത ഇബ്രാഹിം ഹനീഫ. ഇവിടെ മില്ലത്ത എന്ന് പറയുമ്പോൾ മില്ലത്തിനെ എന്ത് പക്ഷേ, എന്നാൽ അതല്ല, മില്ലത്തിനെ മാർഗത്തെ മാർഗത്തെ എന്താണ് നിങ്ങൾ പിന്തുടരുക എന്നർത്ഥം. മാർഗത്തെ ഞങ്ങൾ പിൻപറ്റുന്നു എന്നർത്ഥം. ഖുൽ പറയുക, ബൽ അതല്ല, മില്ലത്ത മാർഗത്തെ ഞങ്ങൾ പിൻപറ്റുന്നു, അതാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ സത്യത്തിൽ അവിടെ മില്ലത്ത എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. എങ്ങനെ? അതിന് മുമ്പൊരു ഫിഅലുണ്ട്, ബൽ നത്തബിഉ മില്ലത്ത, ഞങ്ങൾ പിൻപറ്റുന്നു മില്ലത്തിനെ. നത്തബിഉ എന്ന ഫിഅൽ അവിടെ മഹ്സൂഫാണ്. അപ്പോ മില്ലത്ത എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ബിഹി മൻസൂബാണ് ലിഫിഅലിൻ മഹ്സൂഫിൻ തഖ്ദീറുഹു അത് നത്തബിഉ നത്തബിഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിൻപറ്റുന്നു. പക്ഷേ മുസാഫിൽ അതില്ല, കാണൂല. അത് അറബി ഭാഷയുടെ ശൈലിയാണ്. ഖുൽ ബൽ നത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. പക്ഷെ ആ നത്തബിഉടെ ഹദ്ഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പകരം ബൽ മില്ലത എന്ന് പറയാണ് ചെയ്യുന്നത്.
ബൽ മില്ലത ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെ മില്ലത്ത്. അപ്പൊ മില്ലത്ത എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഇബ്രാഹീമ എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹിയാണ് അല്ലേ? മുളാഫ് ഇലൈഹി മജ്റൂറാണ്. മുളാഫ് ഇലൈഹി മജ്റൂറാണ്. ഇബ്രാഹീമ, ഇബ്രാഹിം എന്ന ഇസ്മിനെ നസ്ബ് ചെയ്യുമ്പോഴും ജറ് ചെയ്യുമ്പോഴും അത് ഇബ്രാഹീമ എന്നാണ്. അതേസമയം റഫ് ചെയ്യപ്പെടുമ്പോൾ ഇബ്രാഹീമു എന്നാണ്. അവിടെ ജറ് ചെയ്യപ്പെടുന്ന സന്ദർഭമാണിത്. അത് മജ്റൂറാണ്, മുളാഫ് ഇലൈഹി മജ്റൂറാണ്. അതുകൊണ്ട് അത് ഇബ്രാഹീമ എന്നായി മാറും. ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫൻ, ഹനീഫൻ. ഋജുമനസ്കനായിക്കൊണ്ട്, ഋജുമനസ്കനായിക്കൊണ്ട്. ഇവിടെ ഹനീഫൻ എന്നത് ഹാലാണ്. ഹാല് മൻസൂബ്. ഹനീഫൻ ഋജുമനസ്കനായിക്കൊണ്ട്. അതിന്റെ അദ്ദേഹത്തിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് പറയാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നുമില്ല എന്നാണ്. ഇവിടെ വാവ് ഹർഫ് അത്ഫ് അല്ലെങ്കിൽ ഇസ്തിനാഫ് രണ്ട് രൂപത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട്. മാ എന്ന് പറയുന്നത് ഹർഫ് നഫിയാണ്. കാന ഫിഅൽ മാദി. ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഫിഅൽ മാദിയാണ്. അതിലടങ്ങിയ അതിലെ വമീർ ഹുവയാണ്. ഹുവ അല്ലേ? അതാണ് അതിലെ ഇസ്മു കാന. കാന വമാ കാന, അദ്ദേഹം ആയിരുന്നില്ല. കാന എന്ന് പറയുമ്പം മാ കാന, അദ്ദേഹം ആയിരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നുള്ള ഹുവ അവിടെ ഉണ്ട്. അപ്പൊ കാനയുടെ ഇസ്മ എന്താണ്? ഹുവയാണ്. കാനയുടെ ഇസ്മ ഹുവയാണ്. ഇസ്മു കാന എന്താണ്? വമീർ മുസ്തത്തിറായി വരുന്ന ഇസ്മു കാന എന്താണ്? വമീർ മുസ്തത്തിറാണ്. ഹുവ എന്ന അതാണ് അതിന്റെ തഖ്ദീർ. മാ കാന മിനൽ മുശ്രിക്കീൻ, മിന ഹർഫ് ജർ. അൽ മുശ്രിക്കീൻ ബഹുദൈവ വിശ്വാസികൾ. മുശ്രിക്കീൻ എന്ന് പറയുന്നത് അശ്റക ശിർക്ക് ചെയ്തു, യുശ്രികു ശിർക്ക് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലാണ് മുശ്രികുൻ, അത് ചെയ്യുന്ന ആള് മുശ്രിക്. അതിന്റെ ബഹുവചനമാണ് മുശ്രികുൻ. മുശ്രികുൻ എന്നതിന്റെ ബഹുവചനമാണ് മുശ്രികൂന. അത് അൽ മുശ്രികൂന. മിന എന്ന ഹർഫ് ജർ വന്നതുകൊണ്ട് മുശ്രികൂൻ എന്തായി മാറുന്നു?
അത് ഇസ്മു മജ്റൂറാകുന്നു, ജറ് ചെയ്യപ്പെടുന്നു. വാവ് നൂന് വരുന്നതിനെ ജറ് ചെയ്യുന്നത് യാ നൂന് നൽകിക്കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അൽ മുശ്രിക്കീന എന്നായി മാറും. അപ്പോൾ ഇസ്മു മജ്റൂറാണ്. ഇസ്മു മജ്റൂർ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിങ്കിൽ നൽകുന്ന സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിത്തീരുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയും ഈമാൻ കൈവിടാതെ അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായിത്തീരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.